എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 226 ഒന്നാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു നിർത്തിയല്ലേ. ഇനി നമുക്കതിൽ ഉള്ളത് മൂന്നാമത്തെ ചോദ്യമാണ്, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദി നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് എ സർക്കിൾ റോളിംഗ് അലോങ് എ ലൈൻ ആൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് അലോങ് ദി ലൈൻ. അതായത് ഒരു ലൈനിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉരുളുന്ന ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ കറങ്ങുന്നതിന്റെ എണ്ണവും പിന്നെയോ അത് സഞ്ചരിച്ച ആ ഡിസ്റ്റൻസും ദൂരവും. അതായത് ഒരു സർക്കിൾ, ഇപ്പൊ നമ്മുടെ സൈക്കിളിന്റെ ഒരു ടയർ എന്ന് വിചാരിച്ചോ, ഇപ്പൊ അത് ഒരു റൗണ്ട് കറങ്ങുമ്പോൾ അത് എത്ര ദൂരം സഞ്ചരിച്ചു? ഒരു പർട്ടിക്കുലർ ദൂരം സഞ്ചരിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ 2 റൗണ്ട് കറങ്ങുമ്പോഴോ അതിൻ്റെ ഇരട്ടി സഞ്ചരിക്കും അല്ലേ. അപ്പോൾ ആ കറങ്ങുന്നതിന്റെ എണ്ണവും ഈ സഞ്ചരിക്കുന്ന ദൂരവും തമ്മിൽ അത് പ്രൊപ്പോർഷൻ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ ഈ സർക്കിള്. അപ്പൊ ഇത് ഒരു ലൈൻ അല്ലേ. ലൈനിൽ കൂടി ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ. ഈ സർക്കിള് ഒരു റൗണ്ട് കറങ്ങുമ്പോൾ ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും ഇത് സഞ്ചരിക്കുക അല്ലേ. ഇപ്പൊ ഇതിന്റെ ഈ ചുറ്റളവ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ഇത് സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇനി 2 റൗണ്ട് ഇത് 2 പ്രാവശ്യം കറങ്ങുമ്പോഴോ ഈ ചുറ്റളവിന്റെ ഇരട്ടി അല്ലേ. അപ്പൊ ഇത്ര ഭാഗം ആദ്യം സഞ്ചരിച്ചു, പിന്നെ വീണ്ടും ഇതിന്റെ ചുറ്റളവ് എത്രയാണോ അത്രയും വീണ്ടും സഞ്ചരിക്കും അല്ലേ. ഇനി 3 പ്രാവശ്യം ഇത് കറങ്ങുമ്പോഴോ 1, 2, 3 അല്ലേ, അങ്ങനെ സഞ്ചരിച്ചു പോകും. അപ്പൊ അവ എന്താണ്, ആനുപാതികമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോ നമ്പർ ഓഫ് റൊട്ടേഷൻ, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ആദ്യം ഒറ്റ കറക്കം കറങ്ങി, ഒരു പ്രാവശ്യം കറങ്ങി. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര ദൂരം അത് സഞ്ചരിച്ചിട്ടുണ്ടാവും? നാം നേരത്തെ പറഞ്ഞു ഇതിന്റെ ചുറ്റളവ് എത്രയാണോ അത്രയും. അപ്പോൾ സർക്കിളിന്റെ ചുറ്റളവ് എത്രയാണ്? അത്രയും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം പെരിമീറ്റർ. ഇതിന്റെ പെരിമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ഇനി 2 റൗണ്ട് ആണെങ്കിലോ 2 റൗണ്ട് ചുറ്റി, അപ്പോഴോ ഈ പെരിമീറ്ററിന്റെ 2 ഇരട്ടി അല്ലേ. അപ്പൊ 2 ഇൻറ്റു പെരിമീറ്റർ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഡിസ്റ്റൻസ് സഞ്ചരിച്ചെന്ന് കിട്ടും അല്ലേ. ഇനി 3 റൗണ്ട് അടിക്കുകയാണെങ്കിലോ പെരിമീറ്റർ നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം അല്ലേ. ഇനി എത്രയോ സഞ്ചരിച്ചോട്ടെ, ഇനി കുറേ റൗണ്ട് സഞ്ചരിച്ചു, എക്സ് പ്രാവശ്യം സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും? എക്സ് ഇൻറ്റു പി അല്ലേ. പെരിമീറ്റർ നമ്മൾ എക്സ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പോൾ തമ്മിലുള്ള റേഷ്യോ ഒന്ന് നോക്കിയേ. റേഷ്യോ ഇവിടെ എന്ത് വരും? 1:p അല്ലേ. 1:p പെരിമീറ്റർ എത്രയാണോ അത്രയും. ഇവിടെയോ 2:p, 2p അല്ല 2:2p. ഇനി ഇവിടെയോ 3:3p. ഇനി ഇവിടെ എക്സ് ആണെങ്കിലോ x:xp അല്ലെ, x ഇൻറ്റു പി. ഇവിടെ 1:p അങ്ങനെ തന്നെ കിടന്നോട്ടെ, നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. 2:2p അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? 2നും 2 ഉണ്ട് അല്ലേ, ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പം എന്ത് വരും? 1:p എന്ന് വന്നു. ഇനി ഇവിടെ 3:3p അല്ലേ, 3യും 3യും ക്യാൻസൽ ചെയ്യാം. അപ്പം എന്ത് വന്നു? 1:p തന്നെ വന്നു. ഇനി ഇവിടെയോ x:xp, ഇത് 2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എന്ത് വന്നു? 1:p എന്ന് വന്നു. അപ്പം ഇവിടെയും എന്താണ്, ഈ റേഷ്യോ സെയിം ആണ്. നമുക്ക് എന്ത് പറയാം? ഈ സഞ്ചരിച്ച ഡിസ്റ്റൻസും നമ്പർ ഓഫ് റൊട്ടേഷനും എന്താണ്, ആനുപാതികമാണ് അല്ലെ. സിൻസ് ദി റേഷ്യോ ഈസ് കോൺസ്റ്റന്റ്, റേഷ്യോ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സിൻസ് ദി റേഷ്യോ ഈസ് കോൺസ്റ്റന്റ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് അലോങ് ദി ലൈൻ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദി നമ്പർ ഓഫ് റൊട്ടേഷൻ. ഈ നമുക്ക് ഈ അംശബന്ധം സെയിം ആയതിനാൽ ലൈനിലൂടെ സഞ്ചരിച്ച അല്ലെങ്കിൽ വരയിലൂടെ സഞ്ചരിച്ച ദൂരവും വൃത്തത്തിന്റെ ഈ കറങ്ങുന്ന എണ്ണവും എന്തായിരിക്കും? ആനുപാതികം ആയിരിക്കും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വേണം അല്ലേ. നമുക്കത് കണ്ടുപിടിക്കാം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇവിടുന്ന് 8 നോട്ടിലൊക്കെ തന്നെ അറിയാം അല്ലേ. എന്താണ് അതായത് 1നെ p കൊണ്ട് ഗുണിച്ചു അല്ലെ, മൾട്ടിപ്ലൈ ചെയ്തു. ഇത് 2നെ p കൊണ്ട് ഗുണിച്ചു, 3നെ p കൊണ്ട് ഗുണിച്ചു, എക്സിനെ p കൊണ്ട് ഗുണിച്ചു. അപ്പം എന്താണ്?
പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് പി ആണ് അല്ലേ. ഇനി നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലോ ഇതിന് നമ്മൾ നമ്പർ ഓഫ് റൊട്ടേഷൻ എക്സ് എന്ന് കൊടുക്കാം, ഡിസ്റ്റൻസ് നമുക്ക് വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് അതായത് കെ ഈസ് ഈക്വൽ ടു എന്ത് പറയും നമുക്ക് വൈ ബൈ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇവിടെ പി ബൈ 1 അല്ലേ, പി ബൈ 1 അതായത് പി അല്ലെ. നമുക്കിപ്പോൾ 2p/2 എന്ന് പറഞ്ഞാലും പി തന്നെ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയാൽ നമുക്ക് രണ്ട് ലൈനുകൾ, ഈ ലൈനുകളിൽ ഈ ചെരിഞ്ഞ വരയിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്തെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് നേരെ നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ് കിട്ടും അല്ലേ. അതായത് താഴത്ത് നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ഹൈറ്റ്. ഇനി ഞാൻ എടുക്കുന്ന ഈ പോയിന്റ് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാലോ ഈ ഉയരം കൂടും. ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിയാണ് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഉയരം ഇങ്ങനെ കൂടി വരും അല്ലേ. അങ്ങനെ നമ്മൾ ഈ പോയിന്റ് ഇങ്ങോട്ട് നീക്കും തോറും ഈ ഹൈറ്റ് കൂടി വരും അല്ലേ. അപ്പോൾ അത് രണ്ടും പ്രൊപ്പോർഷൻ ആണ് അല്ലേ. അതായത് ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന നമ്മൾ പോയിന്റിന് എടുക്കുന്ന അകലം കൂടുന്തോറും ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ ഹൈറ്റ് കൂടി വരും അല്ലേ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 30 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. അതായത് ഇപ്പം ഈ ആംഗിൾ ഇത് 30 ഡിഗ്രി എടുത്താൽ അല്ലെങ്കിൽ 45 ഡിഗ്രി എടുത്താൽ ഇനി 60 ഡിഗ്രി എടുത്താലും ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിരിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 45 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് 45 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അല്ലേ എന്ത് സംഭവിക്കും നോക്കിയേ. ഇപ്പം ഈ രണ്ട് ലൈനുകളാണ് ഞാൻ വരച്ചത്. ഇത് നമ്മുടെ ഹൈറ്റ്, ഈ ഹൈറ്റാണ് ഇത് 45 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 45 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലേ. അതായത് ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് y ബൈ എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ ഇതിൻ്റെ അളവുകളൊന്നും ഇല്ല അല്ലേ. ഇത് 45 ഡിഗ്രി എന്ന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഈ ത്രികോണം ശ്രദ്ധിച്ച് നോക്കിയേ, ഇത് 90 ഡിഗ്രിയാണ് അല്ലേ. ഇങ്ങോട്ടുള്ള ഹൈറ്റ് ആണ്, അതായത് ലംബമായ ദൂരമാണിത്, അതായത് പെർപെൻഡിക്കുലർ ആണ്. ഇതിന് പെർപെൻഡിക്കുലർ, അപ്പോൾ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഇത് ഈ ആംഗിൾ എത്രയായിരിക്കും 45 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. ഇനി നമുക്കറിയാം രണ്ട് ആംഗിളുകൾ, ത്രികോണത്തിലെ രണ്ട് ആംഗിളുകൾ തുല്യമായി കഴിഞ്ഞാൽ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള വശങ്ങളും തുല്യമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശം ഞാൻ 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റുള്ള വശം എത്രയായിരിക്കും, ഇതും 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അല്ലേ. ക്ലിയർ ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് മട്ടത്രികോണാണ്. ഈ മട്ടത്രികോണത്തിൻ്റെ കർണം എത്രയായിരിക്കും, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും നമുക്കറിയാം, പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ. അതായത് ഇത് നമ്മുടെ ഹൈപ്പോട്ടിനസ് കർണമാണ്. അപ്പം നമുക്കറിയാം കർണം സ്ക്വയർ. ഇപ്പം നമുക്ക് ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. അതായത് 1ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി, 1ന്റെ സ്ക്വയർ 1 പ്ലസ് 1ന്റെ സ്ക്വയർ 1 ഈക്വൽ ടു 2. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ് 2. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിനസ് കർണം എന്ത് വരും, കർണം ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് അല്ലേ, റൂട്ട് 2. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്ററും ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് റൂട്ട് 2. അപ്പോൾ ഡി നമുക്ക് കിട്ടി റൂട്ട് 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ത് വരും, y ബൈ എക്സ് അല്ലേ. y ബൈ എക്സ്, അതായത് y എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഡിസ്റ്റൻസ് റൂട്ട് 2. അപ്പോൾ നമുക്ക് ആവശ്യം ഏതൊക്കെയാണ്, ഈ ഹൈറ്റും ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പോൾ നമ്മൾ ഹൈറ്റ് കിട്ടി നമുക്ക് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡിസ്റ്റൻസ് റൂട്ട് 2. അപ്പം y ബൈ എക്സ്, ഇതാണ് y, ഇത് എക്സ്. അപ്പോൾ 1/√2 ഇതാണ് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്, 30 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അല്ലേ, 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ഇത് ഡിസ്റ്റൻസ് അല്ലേ, ഇത് ഡിസ്റ്റൻസ്, ഇത് അതിലേക്ക് ഈ ഹൈറ്റ് അല്ലേ. ഇനി നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിൻ്റെ അളവുകളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ ഞാനൊരു ത്രികോണം വരയ്ക്കുന്നു. അതായത് സമഭുജ ത്രികോണം, ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 ആംഗിളുകൾ എത്ര വീതം ഉണ്ടായിരിക്കും, 60 ഡിഗ്രി വീതം അല്ലേ, 60 ഡിഗ്രി വീതം. ഇനി ഇതിൽ ഒരു വശത്തിൻ്റെ നീളം ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും, ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ. ഇനി
ഈ മൂന്നാമത്തെ കോർണറിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു ലംബം വരയ്ക്കും, ഒരു പെർപെൻഡിക്കുലർ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും, ഈ അടിയിലത്തെ ഇതിൻ്റെ നടുവിലായിരിക്കും മുട്ട അല്ലേ. അതായത് ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി വീതം. ശരിയല്ലേ? ഇത് ഞാൻ ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ, ഇപ്പോൾ ഈ ആംഗിൾ 60 മൊത്തം 60 ഡിഗ്രി ഉണ്ട്. ഇത് ഈ ചെറിയ ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി. ഇതും 30 ഡിഗ്രി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ ചെറിയ ത്രികോണം ഉണ്ടല്ലോ, അതിനെ മാത്രം ഒന്നുകൂടി ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കാൻ പോണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ ത്രികോണം. ഇത് ഈ ത്രികോണമാണ് വരച്ചത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 60 ഡിഗ്രി. ഈ അകലെത്രയാണ്, ഇതിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ നീളം എത്ര വരും, മൊത്തം 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്ററും ഇവിടെ 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ. ഇത് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ചെറിയ ത്രികോണത്തെ ഞാനൊന്നും ഇങ്ങോട്ട് എടുത്ത് മാറ്റി വരച്ചു, അത്രേ ഉള്ളൂ. ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും, 90 നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 ഡിഗ്രി അല്ലേ. അപ്പോൾ 90, 60, 30. ഇപ്പം നോക്കിയേ, ഇപ്പം എന്താണ്, ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളങ്ങൾ നമുക്കറിയാം. അതായത് ഇത് കർണ ഹൈപ്പോട്ടിനസ്, ഇതാണെങ്കിൽ പാദം, അതായത് 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് നമുക്ക് ഈ ലംബത്തിൻ്റെ നീളം കണ്ടുപിടിക്കാമല്ലോ, ഇതിൻ്റെ നീളം കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഇതിനൊരു പേര് കൊടുക്കാം, PQR എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം, PQR. അങ്ങനെയാണെങ്കിൽ QR സ്ക്വയർ എന്നുവെച്ചാൽ ഇതിൻ്റെ ലംബം സ്ക്വയർ ഈക്വൽ എന്താണ്, ഈ കർണത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യും അല്ലേ. അതായത് 2 സ്ക്വയർ മൈനസ് ഇതിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ. അതായത് 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 1 അല്ലേ. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3. അപ്പോൾ QR-ൻ്റെ സ്ക്വയർ ആണ് 3. അങ്ങനെയാണെങ്കിൽ QR എത്ര വരും, QR √3. അപ്പോൾ നമുക്ക് ഈ നീളം കിട്ടി, QR എന്ന് പറയുന്ന നീളം കിട്ടി എത്രയാണ്, √3 സെൻറ്റിമീറ്റർ. √3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ പക്ഷേ ഈ ചോദ്യത്തിലേക്ക് ആവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ത്രികോണം, മട്ടത്രികോണം 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ 30ൻ്റെ ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ 90ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഇത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇതിൻ്റെ 2 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും, ഇവിടെ എത്രയാണോ അതിനെ √3 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ √3 കൊണ്ട് ഗുണിക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ 30 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 30ഉം ഇവിടെ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും, നമുക്കറിയാം 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ത്രികോണം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് നോക്കിയാൽ 30, 60, 90. ഇവിടെയും 30, 60, 90 അല്ലേ. അങ്ങോട്ടും ഇതിൻ്റെ ഒരു കെടുപ്പൊന്നും അങ്ങോട്ട് മാറിയെന്നല്ലാതെ 30, 60, 90 അതേ ആംഗിളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വശത്തുങ്ങളുടെ നീളങ്ങൾ ഇവിടെ നിന്ന് എഴുതാം. നോക്കിയേ, 30ന് ഓപ്പോസിറ്റ് എത്ര വന്നു, 30ന് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ H 1 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നോക്കിയേ, 60ന് ഓപ്പോസിറ്റ് √3, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3. ഇനി 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്, 2 സെൻറ്റിമീറ്റർ. 90ക്ക് ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ. ഇവിടെ 30 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2 സെൻറ്റിമീറ്റർ അല്ലേ. അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ H അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് 4 ആണെങ്കിൽ H എത്രയായിരിക്കും, 4ൻ്റെ പകുതി 2. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും ഇവിടെ നമുക്ക്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, അതായത് ആനുപാതിക സ്ഥിരം ഈക്വൽ ടു എന്ത് വരും, y/x അല്ലേ. y/x എന്ന് പറഞ്ഞാൽ ഇവിടെ h/d ഈക്വൽ ടു h1 ഡിസ്റ്റൻസ് 2 അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇനി മൂന്നാമത്തത് എത്ര ഡിഗ്രിയാണ്, 60 ഡിഗ്രി. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും അല്ലേ. ഇത് 60 ഡിഗ്രി, അതായത് ഈ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഇതെന്താണ്, ഇത് ഹൈറ്റ്, ഇത് ഡിസ്റ്റൻസ് d. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും, അപ്പോൾ 30 ഡിഗ്രി ആയിരിക്കും അല്ലേ, 30 ഡിഗ്രി. നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, 30, 60, 90 അതേ ആംഗിൾ തന്നെയാണ് ഇവിടെ, 30, 60, 90 അല്ലേ. അതായത് അപ്പോൾ ഇതേ അളവുകൾ തന്നെയാണ് ഇവിടെയും വരാം. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ,
6ക്ക് ഓപ്പോസിറ്റ് ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 6ക്ക് ഓപ്പോസിറ്റ് എത്ര വരും? √3. ഇവിടെ എത്രയാണോ അതിനെ നമ്മൾ √3 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? അത്രയായിരിക്കും ഇതിൻ്റെ അളവ് വരാം. ഇനി ഡി എത്രയായിരിക്കും? ഇതിൻ്റെ ഇരട്ടി. 1 ആണെങ്കിൽ ഇവിടെ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ h അതായത് ഹൈറ്റ് കിട്ടി, ഡിസ്റ്റൻസ് കിട്ടി ഇല്ലേ? ഹൈറ്റും ഡിസ്റ്റൻസും നമുക്ക് കിട്ടിയില്ലേ? അതായത് നമുക്ക് y കിട്ടി, x കിട്ടി. അപ്പോൾ അതിൽ നിന്ന് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് സീക്വൽ ടു എന്ത് വരും? y/x അല്ലേ? y/x ഈക്വൽ ടു y എത്രയാണ്? √3 അതായത് ഹൈറ്റ് √3 ബൈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 അല്ലേ? അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ് വരിക? √3/2. അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ള 3 ഡിഗ്രിയിൽ വരുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1/√2, 1/2, 30 ആകുമ്പോൾ 1/2, പിന്നെ 60 ഡിഗ്രി ആകുമ്പോൾ എത്ര കിട്ടും? √3/2. അപ്പോൾ അതൊക്കെ ഇല്ലേ? നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് മൂന്നാമത്തെ ചോദ്യം? പ്രൂവ് ദാറ്റ് ഇൻ ഈക്വലേറ്റഡ് ട്രയാങ്കിൾസ് ദി പെരിമീറ്റർ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്. വാട്ട് ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? വാട്ട് ക്യാൻ വി സേ അബൌട്ട് അതർ റെഗുലർ പോളിഗൺസ്? നമുക്കറിയാം ഒരു സമഭുജ ത്രികോണം, ആ സമഭുജ ത്രികോണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? വശത്തിൻ്റെ നീളത്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും അല്ലേ? അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ അതിൻ്റെ പെരിമീറ്ററും കൂടും അല്ലേ? ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു സമഭുജ ത്രികോണം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ ആയിരിക്കില്ല. 3 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ പെരിമീറ്റർ കൂടും അല്ലേ? അപ്പോൾ അത് പ്രൊപ്പോർഷണലായിട്ട് ആയിരിക്കും കൂടി വരുന്നത്. അപ്പോൾ അതാണ് നാം ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആനുപാതിക സ്ഥിരം എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. നമുക്കറിയാം ഒരു സമഭുജ ത്രികോണത്തിന്റെ പെരിമീറ്റർ, ചുറ്റളവ്, പെരിമീറ്റർ എന്താണ്? അതായത് 3 വശങ്ങൾ കൂടി കൂട്ടുന്നതാണ് അല്ലേ? ഇതിപ്പോൾ a സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ത് വരും? a + a അല്ലേ? അതായത് 3a. ഇനി നമുക്ക് ഇതിന് കുറച്ച് അളവുകൾ കൊടുത്ത് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ലെങ്ത്ത്, ഒരു വശത്തിൻ്റെ നീളം, ഒരു സൈഡിൻ്റെ നീളം ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്തായിരിക്കും? നമുക്കറിയാം 3a ആണ് അല്ലേ? അതായത് 3 × 1 = 3 സെൻറ്റിമീറ്റർ. ഇനി ലെങ്ത് ഒരു 2 സെൻറ്റിമീറ്റർ എടുത്താണ് ഞാൻ വരച്ചതെങ്കിലോ പെരിമീറ്റർ എന്ത് വരും? 3 × 2 അല്ലേ? അതായത് 6 സെൻറ്റിമീറ്റർ. ഇനി ഒരു 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുകയാണെങ്കിലോ 3 × 3 9 സെൻറ്റിമീറ്റർ പെരിമീറ്റർ കിട്ടും അല്ലേ? അതായത് ഞാൻ ഈ വശത്തിൻ്റെ നീളം എത്രയാണെങ്കിലും, ഇപ്പോൾ വശത്തിൻ്റെ നീളം ഇപ്പോൾ a സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഒരു വശത്തിൻ്റെ നീളം a സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് പെരിമീറ്റർ എന്ത് വരും? 3 കൊണ്ട് ആ a നെ ഗുണിക്കല്ലേ? a 5, 10, 20 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, 3a, 3 × ആ വശത്തിൻ്റെ നീളം അല്ലേ? അപ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടി. അപ്പോൾ ഇവിടെ ലെങ്ത്തിനനുസരിച്ച് പെരിമീറ്റർ മാറിക്കൊണ്ടിരിക്കണം അല്ലേ? അതായത് പെരിമീറ്റർ നമുക്ക് y എന്ന് കൊടുക്കാം, ഈ ലെങ്ത്തിനെ നമുക്ക് x എന്ന് കൊടുക്കാം. ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചല്ലേ 3 × 1, 3 × 2, അതായത് 3 കൊണ്ട് ഇങ്ങനെ ഗുണിച്ചുകൊണ്ടിരിക്കണം അല്ലേ? 3-ന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇവിടെ p എന്തിന് പ്രൊപ്പോർഷനാണ്? ലെങ്ത്തിന് പ്രൊപ്പോർഷനാണ് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ത് വരും? കോൺസ്റ്റന്റ് എന്ത് വരും? y/x അല്ലേ? y/x = y എത്രയാണ്? y 3/x 1, 3/1 = 3. അതല്ലെങ്കിൽ 9/3, 9/4 3 തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ട് പ്രൊപ്പോർഷൻ ആണെന്ന് പറയാൻ എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ റേഷ്യോ ഈക്വൽ ആണ് അല്ലേ? അതായത് ലെങ്ത്തും ഈസ് ടു പെരിമീറ്റർ എന്ത് വരും? ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ 3 സെൻറ്റിമീറ്റർ, 1:3. ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ 6 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് 2:6 എന്ന് പറഞ്ഞാലും 1:3. ഇനി ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ 9 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോഴും റേഷ്യോ എന്ത് വരും? 1:3. അതുകൊണ്ടാണ് നാം ഇത് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് y/x = 3. അതായത് വശത്തിൻ്റെ നീളത്തെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കിട്ടും.
ഇതിലൊരു ചോദ്യം കൊണ്ടുണ്ട്, വാട്ട് ക്യാൻ വി സേ അബൌട്ട് അതർ റെഗുലർ പോളിഗൺസ്, അതായത് മറ്റു പോളിഗൺ, മറ്റു ഭുജങ്ങളിലെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയായിരിക്കും, ഇതേപോലെ തന്നെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ മറ്റു റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഒന്ന് സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 4 വശമുള്ള സ്ക്വയർ. അപ്പോൾ ഒരു സ്ക്വയർ വരച്ചു. സ്ക്വയറിന്റെ 4 വശങ്ങൾ നമുക്ക് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്ത് വരും? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ അല്ലേ, അതായത് 4a പെരിമീറ്റർ. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ലെങ്ത്, നമുക്ക് ഒരു വശത്തിന്റെ നീളം അത് ഒരു സെന്റിമീറ്റർ എടുത്തു വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പെരിമീറ്റർ എത്ര കിട്ടും? നമുക്ക് 4 വശമുണ്ട് അല്ലേ, 4a ആണ്, അതായത് 4 × 1, അതായത് 4 സെന്റിമീറ്റർ കിട്ടും. ഇനി 2 സെന്റിമീറ്റർ എടുത്ത് വരച്ചാലോ? 4 × 2 അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ 8 സെന്റിമീറ്റർ കിട്ടും. ഇനി 3 സെന്റിമീറ്റർ എടുത്ത് വരച്ചാലോ? 4 × 3, അതായത് 12 സെന്റിമീറ്റർ കിട്ടും പെരിമീറ്റർ. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ത് വരും? റേഷ്യോ ഈക്വൽ ടു 1:4 വന്നു അല്ലേ. ഇവിടെ ആണെങ്കിലോ 2:8 അല്ലേ, 2:8. 2:8 എന്ന് പറഞ്ഞാലും 1:4 തന്നെ. ഇനി 3:12, 3:12 എന്ന് പറഞ്ഞാലും 1:4 തന്നെ അല്ലേ. രണ്ടിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? സ്ക്വയറിന്റെ പെരിമീറ്റർ ഇതിന്റെ വശത്തിന്റെ നീളത്തിന് പ്രൊപ്പോർഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈക്വൽ ടു എന്ത് വരും? നമുക്കറിയാം ഈ ലെങ്ത്തിനനുസരിച്ച് പെരിമീറ്റർ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ y എന്ന് കൊടുത്തു, ഇതിന് നമുക്ക് x എന്ന് കൊടുത്തു. ഈക്വൽ ടു, അപ്പോൾ y/x ഈക്വൽ ടു y, ഇവിടെ y 4/x 1, അപ്പോൾ 4/1 ഈക്വൽ ടു 4. അപ്പോൾ ഇനി ഏത് റെഗുലർ പോളിഗൺ, ഇനി 5 വശമുള്ളതും 6 വശമുള്ളതും ഏതായാലും ഇത് തന്നെയാണ് ഇതിന്റെ അവസ്ഥ അല്ലേ. അതായത് ഫോർ എനി റെഗുലർ പോളിഗൺ, അത് ഏത് റെഗുലർ പോളിഗൺ എടുത്താലും 6 വശമോ 8 വശം എത്ര വശമുള്ള ഒരു റെഗുലർ പോളിഗൺ എടുത്താലും വിത്ത് n സൈഡ്സ്, അതിന്റെ സൈഡുകളുടെ എണ്ണം n ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ 4 വശമാണെങ്കിൽ n 4, ഇനി 6 വശമാണെങ്കിൽ n 6 അല്ലേ, അങ്ങനെ. ആൻഡ് ലെങ്ത് ഓഫ് എ സൈഡ്, ഒരു സൈഡിന്റെ ലെങ്ത് a സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? P ഈസ് ഈക്വൽ ടു, പെരിമീറ്റർ എന്തായിരിക്കും? എത്ര വശങ്ങളുണ്ടോ, ഇവിടെ n വശങ്ങൾ, എത്ര വശങ്ങളുണ്ടോ അതിനെ നാം എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഒരു വശത്തിന്റെ നീളം അല്ലെ, ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു വശത്തിന്റെ നീളം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. ഇപ്പോൾ 10 വശമാണെങ്കിൽ n 10, അപ്പോൾ 10 × a 2 സെന്റിമീറ്റർ ആണെങ്കിൽ 10 × 2 20, അപ്പോൾ അതിന്റെ പെരിമീറ്റർ 20. അപ്പോൾ ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ത് വരും? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് k ഇസ് ഈക്വൽ ടു എത്രയാണോ വശങ്ങളുടെ എണ്ണം അതാണ് ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ k ഇസ് ഈക്വൽ ടു n, അതായത് വശങ്ങളുടെ നമ്പർ ഓഫ് സൈഡ് ആണ് ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയി വരാം അല്ലേ. ഇവിടെ നോക്കിയേ 4 സൈഡുകളുള്ളപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 4 കിട്ടി. 3 ആണെങ്കിൽ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്ര കിട്ടി? നമുക്ക് 3 കിട്ടി അല്ലേ. അതേപോലെ എത്രയാണോ സൈഡുകളുടെ എണ്ണം അതായിരിക്കും അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് k ഇസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്. ഇനി നമ്മുടെ 4ാമത്തെ ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ് ലെങ്ത്സ് ഓഫ് ആർക്സ് ഓഫ് എ ഫിക്സഡ് സർക്കിൾ ചേഞ്ച് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദയർ സെൻട്രൽ ആംഗിൾസ്. വാട്ട് ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? വാട്ട് അബൌട്ട് ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഏരിയ ഓഫ് എ സെക്ടർ ആൻഡ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ? എന്താണത്? അതായത് ഒരു സർക്കിൾ അല്ലെ, ഒരു സർക്കിളിന്റെ ആർക്കുകളുടെ നീളം, പാർട്സ് ഓഫ് സർക്കിൾ എന്നുള്ള പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലെ, ചാപങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാപങ്ങളുടെ നീളം എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് പഠിച്ചു അല്ലെ, എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കറിയാം ഈ ചാപങ്ങളുടെ നീളം അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ആംഗിളിന്റെ നീളത്തിന് അളവിന് എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ആണ് അല്ലേ. അതായത് ഈ സെൻട്രൽ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ചാപത്തിന്റെ, അതായത് ഈ ആർക്കിന്റെ നീളം കൂടും. ഈ സെൻട്രൽ ആംഗിൾ കുറഞ്ഞാലോ നമുക്കറിയാം ആർക്കിന്റെ നീളം കുറഞ്ഞു വരും അല്ലേ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്യണം. അതായത് ഇതിപ്പോൾ x ഡിഗ്രി എന്ന് വിചാരിക്കുക, സെൻട്രൽ ആംഗിൾ x ഡിഗ്രി, ഇതാണ് നമ്മുടെ ആർക്ക്, അതായത് ചാപം. ഇനി x ഡിഗ്രി എന്നുള്ളത് ഡിഗ്രി കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആർക്കിന്റെ നീളം കൂടി വരും അല്ലേ. അതായത് ആർക്കിന്റെ ലെങ്ത് ആർക്ക് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2πr × x/2
360. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓർമ്മയുണ്ട് എല്ലാവർക്കും അല്ലേ? ഇനി നമുക്ക് സെൻട്രൽ ആംഗിൾ ഡിഗ്രി ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് നോക്കിയാൽ സെൻട്രൽ ആംഗിൾ $30 ആണെന്ന് വിചാരിക്കാം. സെൻട്രൽ ആംഗിൾ 30°. അങ്ങനെയാണെങ്കിൽ ആർക്കിന്റെ ലെങ്ത് ഒരു ഇക്വേഷൻ എന്ത് വരും? 2πr ഇൻറ്റു എക്സിന് പകരം 30 അല്ലേ, 30/360 എന്ന് വരും. അപ്പോൾ 2πr ഇൻറ്റു എക്സിന് പകരം 30/360 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. കാരണം 2πr/360 ഇൻറ്റു 30. അപ്പോൾ ഇവിടെ 6 എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ് അല്ലേ. കാരണം എന്താ വെച്ചാൽ ഒരു സർക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 6 വ്യത്യാസമില്ല, പിന്നെ 360ക്കും വ്യത്യാസമില്ല അല്ലേ. പൈ തന്നെ. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഡിഗ്രി മാത്രം മാറി. അതുകൊണ്ട് നമ്മൾ 2πr/360 ഇൻറ്റു 30 നേടി. ഇനി ആംഗിൾ ഞാൻ കുറച്ചും കൂടി കൂട്ടി കൊടുത്തു. ഒരു 40° ആക്കി വിചാരിക്കാം. ആംഗിൾ 40° കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് എന്ത് വരും? 2πr ഇൻറ്റു 40/360 അല്ലേ. അതായത് നമുക്ക് നേരത്തെ ഇവിടെ എഴുതിയ പോലെ തന്നെ എഴുതാം. 2πr/360 ഇൻറ്റു, അതിന് മാറ്റില്ല, ഇൻറ്റു 40. ഇനി ഒരു 60° ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2πr ഇൻറ്റു 60/360 അല്ലേ. അതായത് 2πr/360 ഇൻറ്റു 60. അപ്പോൾ ഇവിടെ നോക്കിയാൽ സെൻട്രൽ ആംഗിൾ 30° ആണെങ്കിൽ ആർക്ക് ലെങ്ത് എന്ത് വരുന്നു? 2πr/360 ഇൻറ്റു 30 അല്ലേ. അപ്പോൾ ഇൻറ്റു 30 നമ്മൾ ഏതുകൊണ്ട് ഗുണിക്കുന്നു? 2πr/360 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ 40 ആണെങ്കിലോ 40 നമ്മൾ 2πr/360 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ 60 ആണെങ്കിലോ 60 നാം 2πr/360 കൊണ്ട് ഗുണിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏതാണ്? 2πr/360. πr/360 ഇതാണ് k is equal to 2πr/360. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ. വാട്ട് അബൌട്ട് ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഏരിയ ഓഫ് എ സെക്ടർ അല്ലെ. അതായത് വൃത്താംശത്തിന്റെ ഏരിയ, അതായത് പരപ്പളവും ഈ സെൻട്രൽ ആംഗിളും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ ഓഫ് സെക്ടർ നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ഏരിയ കാണാൻ എങ്ങനെയാണ്? πr², മറക്കരുത്, πr² ഇൻറ്റു x/360 അല്ലേ. ഈ ഇക്വേഷൻ 2 ഇക്വേഷൻ നമ്മൾ ആ ചാപ്റ്ററിൽ പാർട്സ് ഓഫ് സർക്കിളിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ ചെയ്യാം. ആംഗിൾ ഒരു 30° എടുത്ത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത്തിന് പകരം ഏരിയ ഓഫ് സെക്ടർ എന്ത് വരും? πr² ഇൻറ്റു എക്സിന് പകരം 30/360 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയ പോലെ തന്നെ എഴുതാം. ഇക്വൽ ടു πr²/360 അല്ലേ. അവർക്ക് മാറ്റില്ല, അതുകൊണ്ട് അതിന് വേറെ എഴുതി ഇൻറ്റു 30. ഇനി ഇവിടെ ഒരു 40 ആണെങ്കിലോ ഇതേപോലെ തന്നെ അല്ലേ. πr² ഇൻറ്റു 40/360 അതായത് πr²/360 ഇൻറ്റു 40. അപ്പോൾ ഇതേ രൂപത്തിൽ ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 30° ആണെങ്കിൽ 30° ഏതുകൊണ്ട് ഗുണിക്കുന്നു? πr²/360. ഇവിടെ 40 ആണെങ്കിൽ πr²/360 അതുകൊണ്ട് ഗുണിക്കുന്നു അല്ലേ. അപ്പോൾ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് നോക്കിയാൽ ആ ആംഗിളിനെ നാം ഇതുകൊണ്ട് ഗുണിക്കുന്നത്. അതാണ് നമ്മുടെ കോൺസ്റ്റന്റ് πr²/360. അപ്പോൾ k is equal to കോൺസ്റ്റന്റ് is equal to πr²/360. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ